ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ അപേക്ഷയും ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ പരിഗണനയ്ക്ക് വരും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. രാഹുലിനെതിരായ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കും വരെ രാഹുലിന്റെ അറസ്റ്റിന് ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും വിവാദങ്ങളൊക്കെ വീണ്ടും വലിയ ചർച്ചയിലേക്ക് വരികയാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, ഒരു ഇടവേള കിട്ടാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി രാഹുൽ മാങ്കൂട്ടം വിവാദം കത്തിച്ചിട്ട് അവസാനം കേരളത്തിന്റെ ജനം അത് കത്തിച്ചവരുടെ കരണത്തിട്ട് പൊട്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നുമല്ലേ ഒരു ഇടവേളയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതിൻ്റെ ചർച്ചകളിലേക്കും ഒക്കെ കടന്നു വരുന്ന ഘട്ടത്തിൽ വീണ്ടും അതിങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ ഭർത്താവ്, ഞാൻ ഇപ്പോഴും ഭർത്താവാണ്, ഡിവോഴ്സ് ആയെന്ന് പരാതിയിൽ പറയുന്നു, പക്ഷേ ഇപ്പോഴും ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പരാതിയുമായി രംഗത്തെത്തുകയാണ്. എനിക്ക് മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും വന്ന് വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഒരാൾ ഒരു ഭാഗത്ത്. ഇപ്പം മറുഭാഗത്ത് സെഷൻസ് കോടതി മെറ്റീരിയൽ എവിഡൻസ്, ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് പറയാനുള്ള മെറ്റീരിയൽ എവിഡൻസ് കണ്ടെത്തിയിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രതിപാദിച്ച്, എന്ന് വിമർശിച്ച്, അല്ലെങ്കിൽ എന്ന് നിരീക്ഷിച്ച് രാഹുലിൻ്റെ പക്ഷെ പരാതി ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, സെഷൻസ് കോടതി ആയതിൻ്റെ അടിസ്ഥാനത്തിലും രാഹുലിൻ്റെ പരാതി അല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് രാഹുൽ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അവിടെ സെഷൻസ് കോടതി ഈ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളുമ്പോഴും അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ മാധ്യമത്തിൽ ഈ ഹൈക്കോടതിയുടെ സെഷൻസ് കോടതിയുടെ വിധിപ്പകർപ്പിലെ ആ ഭാഗം വായിക്കുകയുണ്ടായി. ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് പറയാനുള്ള മെറ്റീരിയൽ എവിഡൻസ് ഇല്ല എന്നുള്ള ആ കോടതിയുടെ നിരീക്ഷണം. ഏത് കോടതി? രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയ കോടതിയുടെ നിരീക്ഷണമാണ്. നമ്മൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം, കാരണം അവിടെ ജാമ്യം നൽകിയിട്ടില്ല, പക്ഷേ കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മെറ്റീരിയൽ എവിഡൻസ് ഇല്ല, ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് കണ്ടെത്താനുള്ള പ്രാഥമികമായി കണ്ടെത്താനുള്ള മെറ്റീരിയൽ എവിഡൻസ് ഇല്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അങ്ങനെയാണ് രാഹുൽ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കളി ഒന്നുകൂടി വീണ്ടും മാറുകയാണ്. ഹൈക്കോടതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് വന്നപ്പോൾ അവിടെ പോലീസ് അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നത് കണ്ടു. സർക്കാർ അതിനെതിരെ അപ്പീലിന് പോകുന്നത് നമ്മൾ കണ്ടു. ഒരു കേസിൽ ജാമ്യം നൽകിയപ്പോൾ അതിനെതിരെ സർക്കാർ അപ്പീലിന് പോയി. ഈ ആദ്യ പരാതിയിൽ ജാമ്യത്തിന് വേണ്ടി വന്നപ്പോൾ, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി രാഹുൽ വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പോലീസ് രംഗത്തെത്തുകയാണ്. അതുപോലെ തന്നെ അതിജീവിതയും എത്തുകയാണ്. കക്ഷി ചേരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയൊക്കെയോ ആർക്കൊക്കെയോ വലിയ നിർബന്ധമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന പ്രൊസീജിയറുകൾ എന്ന് പറയുന്നത് അത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു അറസ്റ്റ് ആരൊക്കെയോ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെ ഈ അതിജീവിതയുടെ ഭർത്താവ് എന്ന് പറയുന്ന വിദ്വാൻ, ആ വിദ്വാൻ മാധ്യമ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ, മാധ്യമങ്ങളെ കാണുമ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന്. ഇപ്പോഴിത് അതിജീവിതയും വരുന്നു, കക്ഷി ചേരണം, മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരണമെന്നാണ് പറയുന്നത്. പരാതി കൊടുത്തിട്ടാണ് ജാമ്യത്തിന് പോയത്. അവിടെ പ്രോസിക്യൂഷൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ വീണ്ടും കക്ഷി ചേരണം. അപ്പോൾ ആരൊക്കെയോ വല്ലാതെ ആഗ്രഹിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്ന്. അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആരൊക്കെയോ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥങ്ങളാണ്, സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഇതിപ്പോൾ നമ്മൾ വാർത്തകളിൽ വലിയ വാർത്തകളൊക്കെ, വലിയ തലക്കെട്ടുകളൊക്കെ ഉണ്ടാകും. ഇതൊന്നും നിങ്ങൾ കാണണ്ട. മനസ്സിലായില്ലേ? ഇത് കോടതിയിലെത്തുമ്പോൾ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ച സെഷൻസ് കോടതി തന്നെ പറഞ്ഞ കാര്യമുണ്ട്. മെറ്റീരിയൽ എവിഡൻസുകളില്ല. ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് പറയാനുള്ള മെറ്റീരിയൽ എവിഡൻസ് ഇല്ല. ബലാത്സംഗം നടന്നു എന്ന് പറയാൻ പറ്റില്ല എന്ന് ആര് പറയുന്നു? കോടതി പറയുന്നു.
അതേ കേസാണ്, അതേ കോടതി ജാമ്യ അപേക്ഷ തള്ളിയത് കൊണ്ടാണ് അത് ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ രാഹുലിന് പറയാനുള്ളതൊക്കെ രാഹുൽ കോടതിയിൽ പറയും. നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുക്കുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കക്ഷി ചേരുന്നോ എന്നൊന്നും നോക്കിയിട്ട് വലിയ തലക്കെട്ടുകളൊന്നും കൊടുക്കണ്ട. അവസാനം മൂഞ്ചും. കോടതി ഈ ജാമ്യം കൂടി നൽകിക്കഴിഞ്ഞാൽ അവിടെ തീർന്ന് കേസ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. പലരുടെയും ആഗ്രഹം രാഹുലിനെ ഒന്ന് കസ്റ്റഡിയിലെടുത്ത് അയാളെ അകത്തിടണമെന്നുള്ളതാ. അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും തന്നെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലിങ്ങനെ വന്നു നിൽക്കുമ്പോൾ അവിടെ രാഹുലിൻ്റെ പേരുകളും വലിയ സജീവ ചർച്ചകളിൽ ഉൾപ്പെടുമ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വവും ഒരു സീറ്റുമൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു നടപടിക്രമങ്ങളിലേക്ക് ആരെങ്കിലും ചെന്നെത്തുമോ എന്ന് വല്ലാതെ ഭയപ്പെടുന്നവരുണ്ട്. കാരണം ഈ വേട്ടയാടിയതുപോലെ ആയിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തിയാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു മുറിവേറ്റ സിംഹത്തിൻ്റെ ഗർജനമെന്ന കണക്കേ ആയിരിക്കും അയാളുടെ ഓരോ പ്രവർത്തനങ്ങളുമെന്നു എല്ലാവർക്കും നന്നായിട്ടറിയാം. ഈ വേട്ടയാടാൻ മുന്നിൽ നിന്നവർ, അത് മാധ്യമങ്ങളാവട്ടെ, സഖാക്കളാവട്ടെ, സംഘികളാവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, രാഹുലിൻ്റെ തിരിച്ചുവരവിനെ അത്രമാത്രം ഇവർ ഭയപ്പെടുന്നുണ്ട്. അതാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലും ഇത്രയധികം കക്ഷികൾ, പോലീസ് ഒരു ഭാഗത്ത്, സർക്കാർ മറ്റൊരു ഭാഗത്ത്, അതിജീവിത വേറൊരു ഭാഗത്ത്, നിരവധി ആളുകൾ ഇങ്ങനെ കക്ഷി ചേർന്നുകൊണ്ടേയിരിക്കുക. കക്ഷി ചേരട്ടെ, എല്ലാവരും ചേരട്ടെ. ദാറ്റ് ഈസ് നോട്ട് ദ മാറ്റർ, അല്ലേ? രാഹുലിന് പറയാനുള്ളത് രാഹുൽ കോടതിയിൽ പറയും. അവിടെ രാഹുലിൻ്റെ അഭിഭാഷകരുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റിപ്പോർട്ടർ TV-യിലെ സുജയ പാർവതിയാണ് അവതാരക. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നോട്ട് ടു അറസ്റ്റ് ഈ കേസിൽ തന്നെ ഹൈക്കോടതിയിലെത്തിയ ഹൈക്കോടതി ഈ കേസ് ആദ്യം പരിഗണിച്ച ദിവസം എന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം പരിഗണിച്ച ദിവസം നോട്ട് ടു അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഈ റിപ്പോർട്ടർ TV-യിലെ സുജയ പാർവതി വിളിച്ചിട്ട് രാജീവ് എന്നാണ് എനിക്ക് തോന്നുന്നു അഭിഭാഷകൻ്റെ പേര്, അദ്ദേഹത്തോട് അഭിഭാഷകനോട് ചോദിക്കുകയാണ് എന്തൊക്കെയായിരുന്നു വാദങ്ങൾ. അതിന് അഭിഭാഷകൻ പറയുന്നൊരു മറുപടി ഉണ്ട്, അത് നിങ്ങളോടാണോ പറയേണ്ടത്? അത് കോടതിയിലല്ലേ വാദങ്ങൾ പറയുന്നത്, നിങ്ങളാണോ കോടതി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തലക്കെട്ടുകളും വാർത്തകളും കണ്ടിട്ടൊന്നും ആരും നിരാശരാകണ്ട. കക്ഷികൾ ചേരാനും പരാതി കൊടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. രാഹുൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഭയം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് അതിൽ നമ്മൾ വലിയ നിരാശയൊന്നും വേണ്ട. സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ, രാഹുലിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു നിരാശ ചിലപ്പോൾ തോന്നിയേക്കാം. ചിലപ്പോൾ എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ല. എന്താണ് കേസ്, എന്താണ് നടപടിക്രമങ്ങൾ, കോടതിയിലെത്തിയാൽ എന്താണ് കാര്യങ്ങൾ, വാർത്തകളിലെ തലക്കെട്ടുകളാണോ വാർത്തകളാണോ കോടതിയിൽ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അത് അറിയുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർക്കൊന്നും നിരാശയുണ്ടാവില്ല. അല്ലാതെ കക്ഷി ചേരുന്നു അല്ലെങ്കിൽ അവൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെയൊന്നും ഒരു പ്രൊസീജിയർ, ഒരു നടപടിക്രമം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അതിൻ്റെതായ നടപടിക്രമങ്ങളിലൂടെ പോകും. അപ്പോൾ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടമുള്ളത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് രാഹുലിന് ചൂണ്ടിക്കാണിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ആ ഒരു നിരീക്ഷണം തന്നെയാണ്. പ്രഥമ ദൃഷ്ടിയ മെറ്റീരിയൽ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗമാണ്, പീഡനമാണ് എന്നൊന്നും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു മെറ്റീരിയൽ എവിഡൻസ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു നിരീക്ഷണവും നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറം ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അതിജീവിതയുടെ ഭർത്താവ്, പരാതിക്കാരിയുടെ ഭർത്താവ് നാണക്കേടുണ്ടായി എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുക്കുമ്പോൾ പരാതിക്കാരി പരാതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ അതിന് വൈരുദ്ധ്യമായിട്ടാണ് ഈ പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ച് വെക്കുമ്പോൾ രാഹുലിന് കാര്യങ്ങൾ വളരെ ഈസിയാണ്, എളുപ്പമാണ്. അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നതും. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ
അതിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുവാനുള്ള സാധ്യതകളും അത്രയേറെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പരാതികൾ ഇതിനിപ്പോൾ വലിയൊരു കാരണങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇതിലിപ്പോൾ വലിയ CPM-ൻ്റെ ഭാഗത്തു നിന്നോ വലിയ കൊണ്ടുപിടിച്ചുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ ഉള്ള കാടിളക്കിയുള്ള ഇതിന് കാണുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അടിയാണ്. പിന്നെ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ ആളുകളെ ഇറക്കിക്കൊണ്ട് പരാതികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വലിയ ഒരു 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 സമ്മർദ്ദ തന്ത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും കോടതിക്ക് മുന്നിൽ വില പോകില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പം നമ്മൾ അതിജീവിത ഭർത്താവ് പരാതിയുമായിട്ട് എത്തുന്നത് കാണുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പരാതിക്കാരി എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി സമീപിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 20 ആദ്യ ആരോപണം ഉയർന്ന സമയത്ത് അങ്ങോട്ട് പോയി സമീപിച്ചിട്ടും അന്ന് എനിക്ക് പരാതിയില്ല, ഞാൻ നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയത്. മനസ്സിലായില്ലേ? അന്ന് മൊഴി കൊടുത്ത വ്യക്തിയാണ്, എനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതേ വ്യക്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പരാതി കൊടുക്കുന്നത് കണ്ടു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരുന്നതുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആളെ ഇറക്കി കളിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് മാധ്യമങ്ങളും സഖാക്കളും നീങ്ങിയിരിക്കുന്നു. കാരണം അതിനെ പരസ്യമായിട്ട് ഇതിനെ കൊണ്ടുപിടിച്ചതിന് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി പരോക്ഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിലൂടെ ഒരു 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 വിവാദങ്ങൾ ഉണ്ടാക്കി, പുകമറകൾ ഉണ്ടാക്കി, അതിൽ നിന്ന് ആ കലക്കവെള്ളത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഉള്ള ഒരു അന്വേഷണത്തിലാണ് ഇവരൊക്കെ ഉള്ളത്. എന്താണെങ്കിലും കോടതി വിധി വരട്ടെ, അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. കോടതി എന്ത് പറയും, കോടതിയിൽ എങ്ങനെ കാര്യങ്ങൾ പോകും എന്നൊക്കെ നമുക്ക് നോക്കിക്കാണണം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഭയം. அந்த பயம் എനിക്ക് പിടിച്ചിருக்கு.